ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ പലരും ആദ്യം വിളിക്കുന്ന ഒരു നമ്പറുണ്ട്. അത് ന്യൂഡൽഹിയിലേക്കാണ്. ഇപ്പോൾ ആ വിളി വന്നിരിക്കുന്നത് ഇറാനിൽ നിന്നാണ്. അതും വളരെ തിരക്കിട്ട ഒരു നീക്കം. റഷ്യയുമായുള്ള അടുത്ത ബന്ധത്തിന് പിന്നാലെ അമേരിക്കയിൽ നിന്നും കടുത്ത സമ്മർദ്ദം നേരിടുന്ന ഇറാൻ ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര സഹായം തേടുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗാച്ചി ഫോണിൽ വിളിച്ചു. മേഖലയിലെ നിലവിലെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. കാര്യങ്ങൾ വഷളാകുന്ന ഈ സമയത്ത് പരസ്പരം നിരന്തരം ആശയവിനിമയം നടത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. ഞങ്ങൾ തുടർന്നും അടുത്ത ബന്ധം പുലർത്തുമെന്ന് മന്ത്രി ജയശങ്കർ എക്സിൽ കുറിച്ചു. എന്തുകൊണ്ടാണ് ഇറാൻ പെട്ടെന്ന് ഇന്ത്യയെ വിളിക്കുന്നത്? അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഫോൺ കോൾ വരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ഒട്ടും മയത്തിലല്ല ഇടപെടുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഇറാൻ സമ്പൂർണ്ണ തകർച്ചയിലാണെന്നും ആണവരഹിത കരാറുകൾ ഒപ്പിട്ട് എങ്ങനെ തടിയൂരണമെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല എന്നുമൊക്കെയാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിക്കുന്നത്. പോരാത്തതിന് ഒരു അസോൾട്ട് റൈഫിളും പിടിച്ചു നിൽക്കുന്ന ചിത്രവും അമേരിക്കൻ പ്രസിഡന്റ് പങ്കുവച്ചിട്ടുണ്ട്. ഇതുപോലെ ബാലിശമായുള്ള ഒരു രീതിയിൽ ഉള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇറാൻ അറിയില്ല. അതേസമയം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു കരാറിൽ മാത്രമേ ട്രംപ് ഒപ്പുവെക്കൂ എന്ന് വൈറ്റ് ഹൗസും വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്കയുടെ ഉപരോധം നീക്കാനും പകരമായി ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ നിയന്ത്രണം അവസാനിപ്പിക്കാമെന്ന് ഇറാൻ അമേരിക്കയെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ പാടില്ല എന്നതിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. ആണവ പദ്ധതികൾ ഒഴിവാക്കിയുള്ള ഒരു ഒത്തുതീർപ്പിനും അമേരിക്ക തയ്യാറല്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കി കഴിഞ്ഞു. ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം നേതൃത്വത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പോലും അറിയാത്ത പ്രതിസന്ധിയിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുമായി മികച്ച ബന്ധമുള്ള അതേസമയം തങ്ങളുടെ പഴയ സുഹൃത്തായ ഇന്ത്യയുടെ സഹായം ഇറാൻ തേടുകയാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ ഇറാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ ഫോൺ കോൾ. ലോകം വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുമ്പോൾ സമാധാനത്തിന്റെ മധ്യസ്ഥനായി ഇന്ത്യ വീണ്ടും മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഫോൺ കോളിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളം.